എന്തൊക്കെ കൊച്ചു മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പലതരം സൈക്കോകൾ. അത് പറഞ്ഞപ്പോഴാണ് മലയാളത്തിലെ എക്കാലത്തെ മികച്ച 10 കിടലൻ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവീസ് പറഞ്ഞാലോ? ഇതാ പിടിച്ചോ. നമ്പർ 10. ഗേൾ ഫ്രണ്ട് വീണയുടെ നിർദ്ദേശപ്രകാരമാണ് സിദ്ധാർത്ഥ് ഇച്ഛായോടൊപ്പം താമസിക്കാൻ തുടങ്ങിയത്. പക്ഷേ അധികം വൈകാതെ തന്റെ റൂംമേറ്റ്സിന് ചില നിഗൂഢ രഹസ്യങ്ങൾ ഉണ്ടെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കി. അതിന്റെ ഉത്തരം അവർ തേടുന്നതാണ് ഈ പടത്തിന്റെ കഥ. ക്ലൈമാക്സിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ തോന്നുമെങ്കിലും ആർക്കാണ് സൈക്കോളജിക്കൽ പ്രശ്നമെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചിത്രം 2013 സുനിൽ ഇബ്രാഹിം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അരികിലൊരാൾ. നിവിൻ പോളി, ഇന്ദ്രജിത് സുകുമാരൻ, രമ്യ നമ്പീശൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. അത്യാവശ്യം നല്ല ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഇത് നിങ്ങൾക്ക് സൺ നെക്സ്റ്റിൽ കാണാൻ പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. 1 മണിക്കൂർ 47 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 5.9 ഔട്ട് ഓഫ് 10. നമ്പർ 9. കാമുകി അംബിക ഗർഭിണിയായപ്പോൾ വേണു അത് അലസിപ്പിക്കാനായിട്ട് നിർബന്ധിക്കുന്നു. എന്നാൽ അവൾ അതിന് വിസമ്മതിച്ചതിനെ തുടർന്ന് മറ്റ് ചില തീരുമാനങ്ങളിലേക്ക് അയാൾ മാറുന്നു. ഒരു ഹിച്ച്കോക്കിയൻ സ്റ്റൈലിൽ ഒരുക്കിയ ഒരു അണ്ടർ റേറ്റഡ് മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ. ചിത്രം അശോകൻ, ദുർഗ, ദീപ്തി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവർ അഭിനയിച്ച് 1996 KK ഹരിദാസ് സംവിധാനം ചെയ്ത് പുറത്തു വന്ന 3-1. ലക്ഷണമൊത്ത ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാക്കി മാറ്റാൻ പറ്റുമായിരുന്ന കഥയായിരുന്നു എങ്കിലും മോശം എക്സിക്യൂഷനും മോശം കാസ്റ്റിംഗും അഭിനയിച്ച പലരുടെയും അമച്വറിഷ് പെർഫോമൻസും ഒക്കെ കൊണ്ട് വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയ ഒരു സിനിമയാണ്. ഇതൊക്കെ ക്ഷമിച്ച് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റുമെങ്കിൽ കഥ കൊണ്ട് മികച്ച ഒരു ചിത്രം തന്നെയാണിത്. ചിത്രം യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് പടത്തിന്റെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 6 ഔട്ട് ഓഫ് 10. നമ്പർ 8. മകനോടൊപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ. പെട്ടെന്ന് അയാൾക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. ആരോ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്തിനും? ടോക്സിക് പാരന്റിങ്ങിന്റെയും ജാതീയതയുടെയും ഒക്കെ കഥ പറഞ്ഞ് ഏറെ ചർച്ചയായ ചിത്രം. പടം 2022 രതീന സംവിധാനം ചെയ്ത് മമ്മൂട്ടി, പാർവതി തിരുവോത്ത് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന പുഴു. മമ്മൂട്ടിയുടെ കിടിലൻ പെർഫോമൻസ്. ഉള്ളിലുള്ള വെറുപ്പും മതഭ്രാന്തും ഒരാളെ എങ്ങനെ മാനസികമായി തകർക്കും എന്നുള്ളതിന്റെ അനാവരണമായിരുന്നു പുഴു. ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളും എതിർപ്പുകളും ഒക്കെ ഇന്നും തുടരുന്നുണ്ട്. സിനിമ സോണി ലെവലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 55 മിനിറ്റ്. നമ്പർ 7. ഒരു രാത്രി ഭാര്യയെ കാണാതായപ്പോൾ അവളെ അന്വേഷിച്ചു വന്ന ലൂക്ക് ആ നാട്ടിൽ അകപ്പെട്ടു പോകുന്നു. അവിടെ അയാൾ ബാലന്റെ കുടുംബത്തെ പരിചയപ്പെടുന്നു. തുടർന്ന് നടക്കുന്ന അവിശ്വസനീയമായ സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം 2022 നിസാം ബഷീർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ വന്ന റോഷാക്ക്. നല്ല മേക്കിങ്ങും പെർഫോമൻസും കൺഫ്യൂസിംഗ് ആയ തിരക്കഥയും ഒക്കെ കൊണ്ട് മലയാളത്തിലെ കിളി പറത്തുന്ന സിനിമകളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച സിനിമ. ജഗദീഷ്, ബിന്ദു പണിക്കർ തുടങ്ങിയവരുടെ ഈ സിനിമയിലെ പ്രകടനങ്ങൾ എടുത്തു പറയണം. ഈ ചിത്രം നിങ്ങൾക്ക് Disney+ ഹോട്ട്സ്റ്റാറിൽ കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 6.9 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 30 മിനിറ്റ്. നമ്പർ 6. വീട്ടിൽ വെച്ചുണ്ടാകുന്ന ഒരു അസാധാരണ സംഭവത്തിന് ശേഷം സൂര്യനാരായണ അയ്യർ എന്ന ബിസിനസ്സുകാരന് അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ 6th സെൻസ് അഥവാ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റുന്ന ഒരു ദീർഘദർശനം എന്ന് പറയാം. അതോടെ അയാൾ പല പ്രശ്നങ്ങളും വിളിച്ചു വരുത്തുകയായിരുന്നു. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ 1990 റിലീസായ ഭദ്രൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി, ഗീത, ശോഭന തുടങ്ങിയവർ അഭിനയിച്ച അയ്യർ ദി ഗ്രേറ്റ്. ഇറങ്ങിയ സമയത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും ഈ ചിത്രം പ്രശസ്തമായിരുന്നു. സിനിമ നിങ്ങൾക്ക് Disney+ ഹോട്ട്സ്റ്റാറിലും യൂട്യൂബിലും കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 3 മിനിറ്റ്. നമ്പർ 5. ഒരു കൊലപാതക പരമ്പര അരങ്ങേറുമ്പോൾ SP ഹരിദാസ് ദാമോദരന് കേസിന്റെ അന്വേഷണ ചുമതല ലഭിക്കുന്നു. അയാളുടെ അന്വേഷണം ചെന്നെത്തുന്നത് ഒരു വലിയ സൈക്കോപാത്തിലേക്കാണ്. ചിത്രം 1990 ജോഷി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, നെടുമുടി വേണു, ലക്ഷ്മി, സുമലത തുടങ്ങിയവർ അഭിനയിച്ച ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. P. പത്മരാജന്റേതാണ് ചിത്രത്തിന്റെ കഥ. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കൾട്ട് ഫോളോയിങ് തന്നെയുള്ള ഒരു ചിത്രമാണിത്. Disney+ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 20 മിനിറ്റ്. നമ്പർ 4. ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ ഇളയ മകൻ സമ്പന്നനാകാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില അവിശ്വസനീയമായ കാര്യങ്ങൾ പറയുന്ന സിനിമ. ചിത്രം 2021 ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി വന്ന ജോജി. ലക്ഷണമൊത്ത ഒരു സൈക്കോപാത്തിന്റെ കഥയായിരുന്നു ഈ സിനിമ. ഫഹദ് ഫാസിൽ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങിയവരുടെ കിടിലൻ പ്രകടനം എടുത്തു തന്നെ പറയണം. ചിത്രം Amazon പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 7.8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 53 മിനിറ്റ്. നമ്പർ 3. ശ്രീനിവാസൻ എന്ന പ്രൊഫസർക്ക് ഒരു അപകടത്തിൽ തന്റെ മുഖം വികൃതമാകുന്നു. തുടർന്ന് പുള്ളിക്ക് പലതരം ഇൻസെക്യൂരിറ്റീസ് വരുന്നു. അപ്പോഴാണ് രാഗിണി എന്ന സുന്ദരിയായ യുവതി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. തുടർന്ന് ശ്രീനിവാസിന് തോന്നുന്ന ചില മാനസിക സംഘർഷങ്ങൾ പറയുന്ന ചിത്രം. 56 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇന്നും കാണുമ്പോൾ ത്രില്ലടിപ്പിക്കുന്ന സിനിമ. ചിത്രം മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന വിശേഷണം ലഭിച്ച 1968 റിലീസായ യക്ഷി. മലയാറ്റൂരിന്റെ നോവലിനെ ആസ്പദമാക്കി തോപ്പിൽ ഭാസി എഴുതിയ തിരക്കഥ സംവിധാനം ചെയ്തത് KS സേതുമാധവൻ. ശാരദയും സത്യനുമാണ് പ്രധാന വേഷങ്ങളിൽ. ഈ ചിത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. ത്രില്ലർ പ്രേമികൾ തീർച്ചയായും
തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസിക് സൈക്കോളജിക്കൽ ത്രില്ലറാണിത്. 2 മണിക്കൂർ 21 മിനിറ്റ് ആണ് ഈ പടത്തിന്റെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 8.1 ഔട്ട് ഓഫ് 10. നമ്പർ 2. ഒരു സമ്പന്ന കുടുംബത്തിലെ ഇളയ കണ്ണിയായ ബേബി കോളേജ് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. അതും അഴിമതിയും അധാർമികതയും ഒക്കെ നിറഞ്ഞ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണവൻ. തുടർന്ന് ആ വീട്ടിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം 1985 ഇറങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറുകളിൽ ഒന്നായ ഇരകൾ. KG ജോർജ് സംവിധാനം ചെയ്ത സിനിമയിൽ ഗണേഷ് കുമാർ, തിലകൻ, സുകുമാരൻ, അശോകൻ, ശ്രീവിദ്യ, രാധ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ വന്നത്. ഗണേഷിന്റെ ആദ്യ സിനിമയിലെ തന്നെ കിടിലൻ പെർഫോമൻസ്. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് തിലകന് ദേശീയ അവാർഡ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് നഷ്ടമായത്. കൂടാതെ ശ്രീവിദ്യയുടെ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രവും. ചിത്രം യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 22 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 8.2 ഔട്ട് ഓഫ് 10. ഇനി നമ്പർ 1 സിനിമ. മലയാളത്തിലെ സൈക്കോളജിക്കൽ ത്രില്ലറുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ സിനിമ. കൽക്കട്ട നഗരത്തിൽ നിന്നും ഭർത്താവിനോടൊപ്പം അയാളുടെ തറവാട്ടിലെത്തിയ ഗംഗയെ സ്വീകരിച്ചത് ചെറുപ്പം മുതൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കായ ഭൂതപ്രേത കഥകളും അന്ധവിശ്വാസങ്ങളും ഒക്കെയായിരുന്നു. ആ കഥകളിലെ നായികയായ നാഗവല്ലിയുമായി ആ വലിയ വീട്ടിൽ അടച്ചിട്ട തന്റെ ഏകാന്തതയ്ക്കൊപ്പം അവൾക്ക് തന്നെ പെട്ടെന്ന് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞ ഒരു എപ്പിക് ക്ലാസിക് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമ. 1993 ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഫാസിലിന്റെ മണിച്ചിത്രത്താഴം. മോഹൻലാൽ, സുരേഷ് ഗോപി, നെടുമുടി വേണു, KPS ലളിത, വിനയ പ്രസാദ്, ഇന്നസെന്റ് തുടങ്ങിയ വമ്പൻ സപ്പോർട്ടിംഗ് കാസ്റ്റ്. ജോൺസൺ മാഷിന്റെ അസാധ്യ പശ്ചാത്തല സംഗീതം. ഇത് കാണാത്ത മലയാളികൾ തന്നെ ഉണ്ടാവില്ല. ഇതിലെ ഡയലോഗുകൾ പോലും എല്ലാവർക്കും കാണാപ്പാടമാണ്. 30 വർഷങ്ങൾക്ക് ശേഷം പടം റിലീസ് ചെയ്തപ്പോൾ ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ചിത്രം. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും യൂട്യൂബിലും അല്ലാതെ ഇപ്പം തിയേറ്ററിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. കാലത്തെ അതിജീവിച്ച ഈ സിനിമയല്ലാതെ മറ്റേതാണ് നമ്പർ 1 ആകാൻ? 2 മണിക്കൂർ 49 മിനിറ്റ് ആണ് പടത്തിന്റെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 8.7 ഔട്ട് ഓഫ് 10. ഈ ലിസ്റ്റിൽ വിട്ടുപോയ ഗംഭീര സൈക്കോളജിക്കൽ ത്രില്ലറുകൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ ഇതൊന്നുമല്ല, ശരിക്കുള്ള സൈക്കോപാത്തുകളുടെ ലിസ്റ്റൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ ശരി എന്നാ.